വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. വീക്ക്ലി പ്രെപ്പിലോട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈം ആൻഡ് ജിഞ്ചർ കോൺസെൻട്രേറ്റർ ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ചൂടിനും ആൻഡ് വെക്കേഷൻ ടൈം ആയതുകൊണ്ടും ഇതുപോലത്തെ കോൺസെൻട്രേറ്റുകൾ നമ്മൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കിയിരിക്കണം. ഞാനൊരു 3/4 കിലോ ലൈമിനുള്ള ലൈം ആൻഡ് ജിഞ്ചർ കോൺസെൻട്രേറ്ററിൻ്റെ കണക്കാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ 1 ലിറ്റർ വെള്ളം 1/2 kg ഷുഗറുമായിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യിക്കുക. ഈ വെള്ളവും ഷുഗറും പകുതി ക്വാണ്ടിറ്റി ആവുന്നവരെ, നമ്മൾ നേരത്തെ ആഡ് ചെയ്തതിന് പകുതി ക്വാണ്ടിറ്റി ആവുന്നവരെ ബോയിൽ ചെയ്യിക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ഇനി നമ്മുടെ 3/4 കിലോ ലൈമിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുക. ആൻഡ് അതുപോലെ തന്നെ ആ സ്കിന്നിൽ നിന്ന് സീഡ് റിമൂവ് ചെയ്ത് നമ്മുടെ നാരങ്ങ ചാലിച്ചത് ഉണ്ടാക്കാനായിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഈ കുരു മാറ്റി 4ആയിട്ട് കട്ട് ചെയ്ത നാരങ്ങ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ആഡ് ചെയ്ത് കുറച്ച് കല്ലുപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്ത് മൂടി വെച്ച് ബോയിൽ ചെയ്യിപ്പിച്ച് നാരങ്ങ നല്ല സോഫ്റ്റൻ ആവണ വരെ കുക്ക് ചെയ്യുക. നാരങ്ങ നല്ല സോഫ്റ്റനായി കഴിയുമ്പോൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. ആൻഡ് നമ്മൾ നാരങ്ങ വേവിച്ച വെള്ളം കളയുക. വീണ്ടും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച നാരങ്ങയിലോട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കുറച്ചുകൂടി ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് എഗെയിൻ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിക്കുക. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മൾ ചൂടാറാനായിട്ട് വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. ആൻഡ് ജിഞ്ചറിൻ്റെ ഫ്ലേവർ ആവശ്യമുള്ളവർക്ക് ഒരു 150 ഗ്രാം ജിഞ്ചർ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആഡ് ചെയ്ത് അരച്ചെടുക്കുക. ആൻഡ് അത് പിഴിഞ്ഞെടുക്കുക. ആൻഡ് ഒരു 10 മിനിറ്റിന് ശേഷം അതിൻ്റെ സെഡിമെൻറ്റ്സ് അടിയിൽ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വീഴാതെ ക്ലിയർ ആയിട്ടുള്ള ജിഞ്ചറിൻ്റെ ജ്യൂസ് ഈ തണുത്ത ഷുഗർ സിറപ്പ് ആൻഡ് ലൈമിലോട്ട് ആഡ് ചെയ്യുക. ഈ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി റെഫ്രിജറേറ്റ് ചെയ്യുക. നമ്മൾ ബോട്ടിലാക്കുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം ആക്കാനായിട്ട്. പ്ലാസ്റ്റിക് ഒരിക്കലും യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മുടെ നാരങ്ങ ചാലിച്ചതിനുള്ള നാരങ്ങ ചൂടാറി കഴിഞ്ഞിട്ട് അതും ഇതുപോലെ തന്നെ ബോട്ടിലാക്കി ആ വെള്ളത്തോടു കൂടി തന്നെ ആക്കി വെക്കാം. അടുത്തത് നമ്മുടെ പച്ചമാങ്ങയും ക്യാരറ്റും പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുള്ള വെള്ള കളറിലെ അച്ചാറാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ മാങ്ങ ഭയങ്കര നേരിയതായിട്ട് അരിയുക. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഈ ഒരു അച്ചാറിന് നല്ലത്. ആൻഡ് അതുപോലെ തന്നെ ക്യാരറ്റും അതുപോലെ തന്നെ അരിയുക. ആൻഡ് പച്ചമുളകും ഗാർലിക്കും ഇഞ്ചിയും ഇതുപോലെ തന്നെ നീളത്തിൽ തന്നെ അരിയുക. ഇനി മാങ്ങയും ക്യാരറ്റിലോട്ടും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് തിരുമ്മി വെക്കുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഉപ്പ് തിരുമ്മി മാങ്ങ മാറ്റി വെക്കുക. ഇനിയൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ നല്ലെണ്ണ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും യൂസ് ചെയ്യാം. ബട്ട് ഈ ഒരു അച്ചാറിന് നല്ലെണ്ണയുടെ ഫ്ലേവറാണ് കൂടുതൽ നല്ലത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉലുവ ആഡ് ചെയ്യുക. ആൻഡ് നമ്മുടെ നേരിയതായിട്ട് അരിഞ്ഞ് ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ആഡ് ചെയ്യുക. കുറച്ചധികം വേപ്പില ആഡ് ചെയ്യുക. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ കളറിനനുസരിച്ച് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ആൻഡ് കായത്തിൻ്റെ ഫ്ലേവർ നല്ലോണം ഉള്ളതാണ് ഈ അച്ചാറിന് നല്ലത്. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണൊക്കെ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ തിരുമ്മി വെച്ച മാങ്ങയിൽ നിന്നുള്ള വെള്ളം ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബോയിലായി കഴിയുമ്പോൾ ഒന്ന് തിക്കനായി കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ച് മാങ്ങയും ആഡ് ചെയ്യുക. മാങ്ങ ആൻഡ് ക്യാരറ്റ് ആഡ് ചെയ്യുക. ആൻഡ് ഈ മാങ്ങയും ക്യാരറ്റും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാതെ ജസ്റ്റ് ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ തന്നെ സോട്ടേ ചെയ്തെടുക്കുക. ഇപ്പം നല്ല പുളിയുള്ള മാങ്ങയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വിനാഗിരി വേണ്ടവർക്ക് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയൊക്കെ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇപ്പോൾ ഈ സോട്ടേ ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യാം. ആൻഡ് ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതും ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കി വെക്കുക. നെക്സ്റ്റ് ഉണക്കച്ചെമ്മീൻ ഫ്രൈ. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഉണക്കച്ചെമ്മീനാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ലീൻ ചെയ്യാത്തയാണെങ്കിൽ അതിൻ്റെ തലയും വാലും മാറ്റിയിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. ഉണക്കച്ചെമ്മീൻ ഒരിക്കലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കരുത്. അത് ഭയങ്കര സോഗി ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യുക.
ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നമ്മുടെ ഉണക്ക ചെമ്മീൻ സ്ട്രെയിൻ ചെയ്ത ഉണക്ക ചെമ്മീൻ ആഡ് ചെയ്യുക. ആൻഡ് അത് പകുതി ഫ്രൈ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. ആൻഡ് പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ ഉള്ളി ആഡ് ചെയ്യുക. ആൻഡ് എഗെയിൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ആൻഡ് ചെമ്മീൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ചതച്ച മുളക് ആഡ് ചെയ്യുക. ഈ മുളക് പൊടിയും ചതച്ച മുളകൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ചെമ്മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം ഈ പൊടികൾ ആഡ് ചെയ്യാനും. ആൻഡ് കറി ലീവ്സ് ആഡ് ചെയ്യുക. എഗെയിൻ ഒന്നും കൂടി നമ്മൾ തീയിൽ വെച്ചുകൊണ്ടിരുന്ന് സോട്ടേ ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഈ പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് ആഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് വേണം ഈ പൊടികൾ ആഡ് ചെയ്യാനും. ആൻഡ് ഒരു കുറച്ച് കളറിന് വേണ്ടി കശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്യുക. ഈ ഉണക്ക ചെമ്മീൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആകെക്കൂടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ ചെമ്മീൻ നല്ലോണം ഫ്രൈ ആയിട്ട് വേണം ഈ പൊടികൾ ആഡ് ചെയ്യാനും. നെക്സ്റ്റ് നമ്മുടെ സ്ട്രോബെറി ജാം. ഇപ്പോൾ സ്ട്രോബെറീസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരു 2 പാക്കറ്റ് സ്ട്രോബെറിയുടെ കണക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പാനിലിട്ടൊന്ന് ബോയിൽ ചെയ്യിക്കുക. ആൻഡ് അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ പഞ്ചസാര ഒരു 3/4 കപ്പൊക്കെ ആഡ് ചെയ്യുക. എഗെയിൻ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ ബോയിൽ ചെയ്യിക്കുക. ആൻഡ് നന്നായിട്ട് ബോയിലായി മിക്സായി കഴിയുമ്പോൾ ഒരു വളരെ പുളി നോക്കിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്യുക. വേറെ 2 ഡ്രോപ്പൊക്കെ മതിയാവും. ആൻഡ് എഗെയിൻ നല്ലൊരു കൺസിസ്റ്റൻസിയിലാവുന്നവരെ ഒന്ന് ബോയിൽ ചെയ്യിക്കുക. ഞാൻ മിക്സ് ഫ്രൂട്ട് ജാമിൻ്റെ റെസിപ്പി ഇതിന് മുമ്പത്തെ വീക്ക്ലി പ്രെപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുൾ സ്ട്രോബെറി കൊണ്ടിട്ടുള്ളതാണ്. ആൻഡ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതായത് കാരണം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈസിയാണ്, കുറേ കൂടെ കുക്കിംഗ് കുറച്ചുകൂടി ഈസിയാണ്. നമ്മുടെ 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈസി ആയിരിക്കും. അടുത്തത് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ പുട്ടിൻ്റെ കൂടെ ഹോം മെയ്ഡ് ജാമും ബുൾസായും കടലക്കറിയും. എത്ര പേര് ഈ പുട്ടും ജാമും എന്നുള്ള കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ബട്ട് ഈ പുട്ടിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് മധുരമുള്ള ജാമാണ് നല്ലത്. അപ്പോൾ നല്ലവണ്ണം പഞ്ചസാര ഉണ്ടാക്കണമായിരിക്കും നല്ലത്. കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഈ മാങ്ങ ആൻഡ് ക്യാരറ്റ് വെള്ള അച്ചാറും ആൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉണക്ക ചെമ്മീൻ വറുത്തതും ആൻഡ് എൻ്റെ ഫേവറേറ്റ് മഞ്ഞച്ചാറ് ആൻഡ് പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ച നാരങ്ങ പീസസിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയും ആഡ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് വേണമെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഉപ്പ് ആഡ് ചെയ്യാം. ആൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.